അമ്മേ അമ്മേ എന്താ മീരെ എന്തു പറ്റി? പറ്റാനിനി ബാക്കിയൊന്നുമില്ല. അമ്മയുടെ പുന്നാര മോളും ഭർത്താവും കൂടി ചതിച്ചു. ആര് ചതിച്ചോന്ന്? സച്ചിയുടെ അച്ഛന്റെ കാര്യമാണോ നീ പറയുന്നത്? അതെ, അവരുടെ കാര്യം തന്നെയാ പറഞ്ഞത്. അനൂപേട്ടന് ജാമ്യം കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല അവര് വക്കീലിനെ ഏർപ്പാടാക്കിയത്. ദേ മീരെ, നിനക്കറിയാലോ ഇതുവരെ എല്ലാ കാര്യത്തിലും ഓടി നടന്നതേ സച്ചി അച്ചുവാ. അല്ല, നിന്നോടാരാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്? വേണ്ടാത്ത കാര്യങ്ങളൊന്നും അല്ല, വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാ. അല്ലെങ്കിൽ പിന്നെ അവന്തിക ഏർപ്പാടാക്കിയ വക്കീലിനെ അച്ചു സച്ചിയും കൂടി മാറ്റി എന്തിനാ? വക്കീലിനെ മാറ്റിയെന്നോ? ഓ, അവന്തികയാണോ നിന്നോടിതിപ്പോ പറഞ്ഞത്? കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? നല്ല ക്രിമിനൽ വക്കീലിനെയാ അവൾ ഏർപ്പാടാക്കിയത്. അയാളെ മാറ്റിയിട്ട് ഇപ്പൊ സച്ചിയുടെ ഏതോ കൂട്ടുകാരന്റെ ജ്യേഷ്ഠനെ വെച്ചിരിക്കുന്നു. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന്. സച്ചി അച്ചുവും വക്കീലിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അവരോട് നീ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചോ? ഇല്ലല്ലോ. എനിക്കിനി ആരോട് സംസാരിക്കാൻ വയ്യ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഇനി എന്റെ സ്വത്ത് മുഴുവൻ വിൽക്കേണ്ടി വന്നാലും എന്റെ അനൂപേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. അച്ഛാ, ദാ. എന്താ ടെൻഷൻ വല്ലതുണ്ടോ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട മോളെ. പിന്നെന്താ അച്ഛന്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നു? നമ്മള് BP ചെക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായി. BPക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ നോക്കട്ടെ.